കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലയിൽ അന്വേഷണം തുടരുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും വിവാഹത്തെ കുടുംബക്കാർ എതിർത്തതുമാണ് അരുംകൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി അഫാന്റെ മൊഴി. ഇനി എന്താകും അഫാൻ പറയുകയെന്നറിയാൻ കാത്തിരിക്കുകയാണ് പോലീസും നാട്ടുകാരും. അഫാനെ ഇന്ന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിമാൻഡ്. ചികിത്സയിൽ കഴിയുന്ന അഫാനെ ആശുപത്രിയിലെ തന്നെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റി. മറ്റു കേസുകളുടെ കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രതിയുടെ രക്തത്തിൽ രാസലഹരി ഇല്ലെന്നാണ് പരിശോധനാ ഫലം. റിനു ശ്രീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു ശ്രീധർ, അഫാന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം തന്നെ ബന്ധുക്കാരോടുള്ള എതിർപ്പുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നു. എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം? അരുൺകുമാർ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കത്തിലേക്കാണ് ഇന്ന് അന്വേഷണ സംഘം കടന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ അഫാന്റെ അറസ്റ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് രേഖപ്പെടുത്തി. പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് അഫാന്റെ പിതാവിന്റെ മാതാവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി നെടുമങ്ങാട് മജിസ്ട്രേറ്റ് PR അക്ഷയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി ഇദ്ദേഹത്തെ, അതായത് അഫാനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഈ 14 ദിവസത്തിൽ നാളെ മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ തന്നെ ഈ അഫാൻ കഴിയും എന്നുള്ളതാണ്. ജയിൽ അധികൃതരെ ഇക്കാര്യം രേഖാമൂലം പോലീസ് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും തരത്തിൽ ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ ജയിലിലേക്ക് മാറ്റും. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും പോലീസ്. അതേസമയം പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനപ്പുറം വെഞ്ഞാറമൂട് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറസ്റ്റാണ് ഇനി വേണ്ടത്. ആ അറസ്റ്റ് നടപടികൾ ഇനി മുന്നോട്ട് പോകും, വരും ദിവസങ്ങളിൽ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കേസിലെ നിർണായക മൊഴികളാണ്. ഈ അഫാനെ ഇതുവരെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അഫാനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു രണ്ടാമത്തെ മൊഴി എന്ന് പറയുന്നത് ഈ ഷെമീനയുടെ ഒരു മൊഴി കൂടി രേഖപ്പെടുത്തണം. ആ ഷെമീനയുടെ മൊഴി രേഖപ്പെടുത്തുവാൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആറ്റിങ്ങൽ DYSP എത്തിയിരുന്നു. പക്ഷേ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. നാളെ ഷെമീനയുടെ മൊഴി രേഖപ്പെടുത്തും. അന്തിമമായിട്ടുള്ളൊരു നിഗമനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തുക അതിനുശേഷമായിരിക്കും. നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നാണ് പോലീസ് കരുതുന്നത്.